blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സമയത്ത് ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി ലോകം എമ്പാടുമുള്ളവർ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ഡൽഹിയിൽ നിന്നുള്ള ഗൗരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ വീസ പുതുക്കി ലഭിച്ചതിന് ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങേക്ക് നന്ദി പറയുന്നു. തൻ്റെ ബ്രദർ സൗരഭിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ മോനിക്കയ്ക്കും മകൾ സേറയ്ക്ക് വേണ്ടിയും കർത്താവെ ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുടുംബത്തിൻ്റെ മേൽ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാരൻസ് ശിഷ്യറിനു വേണ്ടിയും ത്രേസ്യാമ്മയ്ക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് നല്ല ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ടും ആ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. താങ്ക് യു ലോർഡ്. അതോട് ചേർന്ന് കർത്താവ്, ഞങ്ങൾ അയർലൻഡിൽ നിന്നുള്ള ലളിത് ജോണിനായും ജീമോൾക്ക് വേണ്ടിയും ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദമ്പതികൾക്ക് നൽകിയ മകൾ ക്രിസ്റ്റിനായുടെ ബർത്ത്ഡേ നാളെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, സകലവിധ നന്മകളും അനുഗ്രഹങ്ങളും ആ പൈതലിൻ്റെ മേലങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫാദർ, വി റിലീസ് ഓൾ ബർത്ത്ഡേ ബ്ലെസ്സിങ്സ് ഓൺ ക്രിസ്റ്റിന റൈറ്റ് നൗ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു. ലളിതിൻ്റെ കർത്താവെ, നല്ല ഒരു ജോലി അങ്ങ് നൽകണമേ. ജീമോളുടെ ബ്രദേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. മൂത്ത സഹോദരന് കർത്താവെ കുഞ്ഞുങ്ങളെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇളയ സഹോദരൻ്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മുഴു കുടുംബത്തെയും ആരോഗ്യവും സകലവിധ നന്മകളും നൽകി അങ്ങ് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ക്രിസ്റ്റിന ഇൻ അഡ്വാൻസ്. ആൻഡ് താങ്ക് യു സോ മച്ച് സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ഷാസിൻ്റെ തൊട്ടരികിൽ നിൽക്കുന്നത് പൊന്മണി എന്ന് പറയുന്നതും അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന തൻ്റെ ഭർത്താവായ മനോജുമാണ്. ഇവർ പറഞ്ഞ കാര്യം എങ്ങനെയാണ്, ഇവരുടെ വിവാഹം 2004 കഴിഞ്ഞത്. പക്ഷേ അതിനുശേഷം നീണ്ട 9 വർഷം കുഞ്ഞുങ്ങളുണ്ടാകുന്ന കാര്യത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. വിവാഹം 2004 കഴിഞ്ഞു. അതിനുശേഷം 4 മാസത്തിന് ശേഷം ഈ സഹോദരി പ്രഗ്നൻ്റായി. പക്ഷേ അത് ഫലോപ്പിയൻ ട്യൂബിനകത്തായിരുന്നു. ഡോക്ടറുടെ അടുക്കൽ ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ അത് ഒത്തിരി ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് ആ ഫലോപ്പിയൻ ട്യൂബ് നീക്കം ചെയ്തു. ആ സമയത്ത് 1.5 മാസം പ്രായം മാത്രമേ കുഞ്ഞിനുണ്ടായിരുന്നുള്ളൂ. അതുപോലെ പ്രശ്നമായിരുന്നു, അതിനെ നീക്കം ചെയ്തു. കുഞ്ഞ് നഷ്ടപ്പെട്ടു. ഇല്ല, കുഞ്ഞ് നഷ്ടപ്പെട്ടു. അതിനുശേഷം അതെ, ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു. അതിനുശേഷം കുഞ്ഞ് ട്യൂബ് റിമൂവ് ചെയ്തപ്പോൾ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. അതിനുശേഷം 3 വർഷത്തിന് ശേഷം വീണ്ടും താൻ പ്രഗ്നൻ്റായി. അത് ഏകദേശം കുഞ്ഞിന് 9 മാസത്തോളം ആയപ്പോൾ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു. വീണ്ടും പ്രഗ്നൻ്റ് ആയിട്ട് 9th മന്തിൽ വയറ്റിൽ കിടന്ന് മരിച്ചുപോയി. എന്തായിരുന്നു കാരണം? ബ്ലഡ് പ്രഷർ, ഷുഗറും ഒക്കെ ഉണ്ടായിരുന്നു. 9 മാസം ചുമന്നിട്ട് മരിച്ചുപോയി. അതിനുശേഷം വീണ്ടും 2 പ്രാവശ്യം പ്രഗ്നൻ്റായി. ആ കുഞ്ഞിന് നഷ്ടപ്പെട്ടു. മൊത്തത്തിൽ ഇവരുടെ ജീവിതത്തിൽ 4 കുഞ്ഞുങ്ങളെ ഇവർക്ക് നഷ്ടപ്പെട്ടു. അതിനുശേഷം നിരാശയുടെ പടുകുഴിയിൽ അങ്ങനെ മറ്റുള്ള കാര്യം ഒത്തിരി തകർന്ന ഒരു ജീവിതമായിരുന്നു ഇവർ ജീവിച്ച്. മരുന്ന് ചികിത്സകളെല്ലാം നടത്തി. പക്ഷെ അതിനൊരു ഫലമുണ്ടായില്ല. എല്ലാം നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇങ്ങനെ വല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന സമയത്താണ്
ഒരു ദിവസം ഇവരിങ്ങനെ തീരുമാനിച്ചു, ഇനിയിപ്പോൾ വലിയ പ്രതീക്ഷയില്ല, പ്രത്യാശയില്ല, ചികിത്സ നടത്തിയിട്ട് കാര്യമില്ല. ഇങ്ങനെ പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞു. ആ സമയത്ത് രാവിലെ ഈ സഹോദരൻ TV ഓൺ ചെയ്യുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ എന്ന് പറഞ്ഞ പ്രാർത്ഥനാ പ്രോഗ്രാം കാണുവാനിടയായി. ഈ സഹോദരൻ പറഞ്ഞെങ്കിൽ ആ സമയത്ത് സാക്ഷ്യത്തിൻ്റെ സമയത്ത് കുഞ്ഞുങ്ങൾ ഇല്ലാതിരുന്ന കുഞ്ഞുങ്ങളുണ്ടായിരുന്ന ഒരു സാക്ഷ്യമാണ് ഇത്. 2012 സംഭവിക്കുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരകത്തൊരു വിശ്വാസം വന്നു. അതിനിടയിലെല്ലാം ഒത്തിരി പ്രാവശ്യം ഈ സഹോദരിയും കാണുവാൻ തുടങ്ങി. അതിനുശേഷം ഡാമിയൻ ബ്രദർ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ലഭിച്ച് സാക്ഷ്യം പറയുന്ന സമയത്ത് ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവർ TV സ്ക്രീനിന് നേരെ കൈനീട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇതിനിടയിൽ ദൈവം ഒരു അത്ഭുതം ചെയ്തു. വീണ്ടും താൻ 5ാമത്തെ പ്രാവശ്യം പ്രഗ്നൻ്റായി. അതിനുശേഷം പ്രഗ്നൻ്റായതിനു ശേഷം ഒത്തിരി അതിൻ്റേതായ ബുദ്ധിമുട്ടുകളിലൂടെ ഇവർ കടന്നുപോയി. കുഞ്ഞ് നഷ്ടപ്പെടുന്ന അവസ്ഥ പോലെയൊക്കെ വന്നു. പക്ഷേ ആ ബ്ലെസ്സിംഗ് ടുഡേ എന്ന് പറയുന്ന 2012 യാദൃശ്ചികമായിട്ടാണ് ഇവർ ആ പ്രാർത്ഥനാ പ്രോഗ്രാം കണ്ടതെങ്കിലും ഓരോ ദിവസവും കാണുമ്പോൾ ദൈവാത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ട് ഇവർക്ക് വിശ്വാസം വർദ്ധിച്ചു. അങ്ങനെ ലഭിച്ച ആ സമയത്ത് പ്രഗ്നൻ്റായി. അതിനുശേഷം ഒത്തിരി പ്രശ്നങ്ങളിൽ കടന്നുപോയി. പക്ഷേ ഇന്ന് 4 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു. പക്ഷേ ദൈവത്തിൽ ഇവർ ആ പ്രാർത്ഥനയിൽ വിശ്വസിച്ചത് കൊണ്ട്, ദൈവത്തിൻ്റെ വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് തൻ്റെ കയ്യിലിരിക്കുന്നത് 5 മാസം പ്രായമായ ഒരാൺകുഞ്ഞാണ് തൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ ഒരു വലിയ സാക്ഷിക്കാരൻ നിരാശയുടെ പടുകുഴിയിൽ നിന്നും ദൈവം 5ാമതൊരു അത്ഭുതം, ശരിക്കും പറഞ്ഞാൽ 5ാമതൊരു കുഞ്ഞിനെ നൽകി തന്നെ ഇവരെ അനുഗ്രഹിച്ചെന്ന് ഷമാസിൻ്റെ അരികിൽ നാസിക്കിൽ നിർത്തി സാക്ഷ്യം പറയുകയാണ്. താങ്ക് യു ലോർഡ്. കർത്താവിന് നന്ദി പറയാനല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കൈകൾ ഉയർത്തിയിട്ട് യേശുവിനോടൊന്ന് പറഞ്ഞേ, നന്ദി യേശുവേ, ഹല്ലേലൂയ. ഇന്നിവിടെ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കർത്താവ് അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഇത് 5ാമത്തെ കുഞ്ഞാണ്. 5ാമത്തെ കുഞ്ഞാണ്. ഓക്കെ. ഇതിപ്പം കല്യാണം കഴിഞ്ഞിട്ട് 2009 ഓക്കെ. 10 വർഷമായി. 10 വർഷമായപ്പോഴാണ് കർത്താവ് ഒരു കുഞ്ഞിനെ നൽകിയത്. ഓക്കെ. ഈ പ്രഗ്നൻസി ടൈമിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? പ്രഗ്നൻസി ടൈമിൽ ആദ്യം തന്നെ ഡോക്ടറെ അടുത്ത് പോയിരുന്നു. ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു പ്രഗ്നൻസി ഇല്ല. സ്കാനിങ് ഒക്കെ ചെയ്തപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് പ്രഗ്നൻസി ഇല്ല, നിന്നോട് ആരാ പറഞ്ഞെന്ന് പറഞ്ഞു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു 15 ദിവസം കഴിഞ്ഞ് വീണ്ടും വരിക, ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. 15 ദിവസം വീണ്ടും ചെന്ന് ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ മാറി കാണിച്ചു. അവിടെ ചെന്ന് സ്കാൻ നടത്തിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു യൂട്രസിനുള്ളിൽ ഒരു കറുത്ത പാടുണ്ട്, അത് പ്രഗ്നൻസിയാണെന്ന് കൺഫേം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. വീണ്ടും 15 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. വീണ്ടും 15 ദിവസം കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് ഹാർട്ട് ബീറ്റ്സ് കണ്ടു തുടങ്ങി. അതിനുശേഷം 4.5 മാസമായപ്പോൾ ബ്ലീഡിങ് ഉണ്ടായി. ആക്ച്വലി നിങ്ങളുടെ ഫാലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്തിരുന്നു? ട്യൂബൽ പ്രഗ്നൻസി ഒരു ട്യൂബേ ഉള്ളായിരുന്നു. സോ ഓൾട്ടർനേറ്റ് മന്ത്സിന് മാത്രമാണ് പ്രഗ്നൻസിക്കുള്ള സാധ്യതകളുള്ളായിരുന്നു ഈ സഹോദരിക്ക്. എവറി മന്തിലും പ്രഗ്നൻസിക്കുള്ള സാധ്യത ഈ സഹോദരിക്ക് ഇല്ലായിരുന്നു. ഓക്കെ. 4.5 മാസമായപ്പോൾ വീണ്ടും ബ്ലീഡിങ് ഉണ്ടായി. യൂട്രസിന്റെ ഫേസ് മൂവ് ഓപ്പൺ ആയിരുന്നു. ഓക്കെ. പിന്നെ സ്റ്റിച്ച് ഇട്ടിരിക്കുന്ന കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിലായിരുന്നു. ലഭിക്കാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു. ഒത്തിരി മനസ്സുകൊണ്ട് ഒത്തിരി, കാരണം 9th മന്തിൽ ഒരു കുഞ്ഞ് നഷ്ടമായ അപ്പൊ ആ ഉള്ളിൽ ആ പേടി ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവ് ഇന്നൊരു കുഞ്ഞിനെ നൽകി. എല്ലാ ആഴ്ചയിലും ഞാൻ ബ്ലെസ്സിംഗ് ടുഡേയിൽ വിളിക്കുമായിരുന്നു പ്രാർത്ഥിക്കാൻ. പ്രൈസ് ഗോഡ്. വലിയ സന്തോഷമുണ്ട് ഇത് കേൾക്കുമ്പോൾ. സത്യത്തിൽ എനിക്കൊന്നും പറയാൻ പറ്റണില്ല, എനിക്ക് കരച്ചിൽ വന്നു പോകുന്നു. കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൽ ഈ മകളെയും ഈ മകനെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ, അങ്ങ് കൊടുത്ത ഈ ദാനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. അപ്പോൾ തന്നെ കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ടെങ്കിൽ, ഇപ്പോൾ അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, നിങ്ങളുടെ വയറിലേക്ക് നിങ്ങളുടെ കൈയൊന്ന് എടുത്തു വെച്ചാലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവർക്ക് കുഞ്ഞുങ്ങൾ പിറക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. ഈ നാസിക് മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത ഒരു വർഷമാകുമ്പോൾ പലർക്കും അതിൻ്റെ സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. In our lives, when we face sometimes failures, depression, oppression, suppression, different kinds of problems, usually we bow our heads. നമ്മുടെ ജീവിതത്തിൽ സാധാരണയായിട്ട് നമുക്കുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, നിരാശകൾ,
കുറ്റബോധങ്ങൾ, ഇതൊക്കെ പലപ്പോഴും നമ്മുടെ തലയെ താഴ്ത്തി കളയാറുണ്ട്. Maybe because of shame, our heads go down. ഒരു പക്ഷേ നാണക്കേട് നിമിത്തമായിരിക്കും നമ്മുടെ തല താഴ്ന്നു പോകുന്നത്. Maybe because business breakdown, we cannot lift up our head and walk. ചില സമയങ്ങളിൽ നമ്മുടെ ബിസിനസ് തകർന്നിരിക്കുന്ന നിമിത്തമായിട്ട് നമ്മുടെ തല നമുക്ക് ഉയർത്താൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. See, in human life, we face a lot of difficulties and situations like that. നമ്മുടെയൊക്കെ മനുഷ്യ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒത്തിരി പ്രതിസന്ധികളും വൈഷമ്യമേറിയ ഘട്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നവരാണ്. But our God is an all seasons God. എന്നാൽ നമ്മുടെ ദൈവം എന്നുള്ളത് എല്ലാ കാലഘട്ടത്തിലും ഒരുപോലെ നിൽക്കുന്ന ദൈവമാണ്. Can you shout hallelujah? ഒരു ഹല്ലേലൂയ പറയാമോ? When we go through valleys, he will be with us. നാം താഴ്വാരത്തിലൂടെ പോകുമ്പോൾ അവൻ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. When we are at the mountain top, he will be there with us. ഏതെങ്കിലും ഒരു മലമുകളിലാണ് നാം നിൽക്കുന്നെങ്കിലും ആ ഘട്ടത്തിലും ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. If you are going through a tunnel, he will be there with us. ഏതെങ്കിലും ഒരു തുരങ്കത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിലാണ് നാമെങ്കിലും അവിടെയും ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. When we are sick, he is with us. നാം രോഗികളാകുമ്പോൾ അവൻ നമ്മെ വിട്ടു പോകുന്നില്ല, അവൻ നമ്മുടെ കൂടെ When ഉണ്ടായിരിക്കും. all people desert us, still he will be with us. സകല വ്യക്തികളും നമ്മളെ കൈവിടുമ്പോൾ പോലും അവൻ നമ്മെ വിട്ടുമാറാതെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. That's why I tell you that he is an all seasons God. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവൻ എല്ലാ കാലഘട്ടത്തിലും കൂടെയുള്ള ദൈവമാണ്. Hallelujah. മനസ്സിലായെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. So what I'm trying to say is that there is no need of worry in our lives because he is there with us always. അതുകൊണ്ട് ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ ഘട്ടത്തിലും നമ്മുടെ ദൈവം യേശു നമ്മുടെ കൂടെയുണ്ട്. Always there is hope in Jesus. യേശുവിൽ എല്ലായ്പ്പോഴും ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. Say it again. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, യേശുവിൽ ഓരോ വ്യക്തിക്കും എല്ലായ്പ്പോഴും പ്രത്യാശയ്ക്ക് വകയുണ്ട്. Hallelujah. മനസ്സിലായെങ്കിൽ ഒരു ഹല്ലേലൂയ. Hallelujah. ശബ്ദമുയർത്തി. Even when we go through utter failure in our life, utter shamefulness in our lives, there is still hope in Jesus. നമ്മുടെ ജീവിതത്തിൽ വളരെ പരാജയത്തിലൂടെ അല്ലെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും ഭീതിജനകമായ പരാജയത്തിലൂടെ കടന്നു പോകുമ്പോൾ പോലും യേശു നിങ്ങളുടെ കൂടെയുണ്ട്. Hallelujah. ഒരു ഹല്ലേലൂയ പറഞ്ഞാലോ. In the Old Testament there was a man called Job. പഴയ നിയമത്തിൽ യോബ് എന്ന പേരിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. He was a very wealthy man. അദ്ദേഹം വളരെ ധനാഢ്യനായ ഒരു വ്യക്തിയായിരുന്നു. He had 10 children. അദ്ദേഹത്തിന് 10 പുത്രന്മാരുണ്ടായിരുന്നു. Lot of cultivation and livestock. അപ്പോൾ തന്നെ ധാരാളം കന്നുകാലികളും കൃഷികളും എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. In a way he was like a king. അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം ഏതാണ്ട് ഒരു രാജാവിനെ പോലെയായിരുന്നു. But tough times came into his life. എന്നാൽ തന്റെ ജീവിതത്തിൽ ഇതുപോലെ ബുദ്ധിമുട്ടുള്ള ചില സമയങ്ങളുണ്ടായി. One day all the 10 children died. ഒറ്റ ദിവസം തന്റെ 10 പുത്രന്മാരും ഒറ്റയടിക്ക് മരിച്ചു. If we were in his place, would we suffer it? നമ്മളായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനത്തെങ്കിൽ നമ്മൾ അത് സഹിക്കുമായിരുന്നോ? All the agricultural products all were destroyed. അദ്ദേഹത്തിന്റെ എല്ലാ കൃഷികൾക്കും നാശം ഭവിച്ചു. All the livestock he lost. എല്ലാ കന്നുകാലികളും ഒരൊറ്റ ദിവസം കൊണ്ട് നഷ്ടമായി പോയി. In addition to all the losses, something like psoriasis came upon all over his body. ഇനി അദ്ദേഹത്തിന് ഈ പറഞ്ഞ വലിയ നഷ്ടങ്ങളോടൊപ്പം തന്നെ ശരീരത്തിൽ മുഴുവനുമുള്ള ഒരു ത്വക്ക് രോഗം, സോറിയാസിസ് പോലുള്ള ഒരു ത്വക്ക് രോഗം തന്റെ ശരീരത്തിൽ പിടിപെട്ടിരിക്കുകയാണ്. And he was sitting in dust. ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് പൊടിക്കകത്താണ്. Hello. He was a king. ഓർക്കുക, ഒരു സമയത്ത് അവൻ Living രാജാവായിരുന്നു, like a king. രാജാവിനെ പോലെ ജീവിച്ചവൻ. But in that situation he started crying to the Lord. ആ സ്ഥിതിയിൽ നിന്നുകൊണ്ട് അവൻ ദൈവത്തോട് കരയാനായി ആരംഭിച്ചു. He even cursed the day he was born. അവൻ ജനിച്ച ആ ദിവസത്തെ അവൻ ശപിച്ചു കളഞ്ഞു. He could not suffer it any longer. കാരണം ഇത്രയും വലിയ നാശം എങ്ങനെ ഒരു വ്യക്തിക്ക് സഹിക്കാനായി സാധിക്കും? Some of you sitting here, you are going through a similar situation in ഒരു your പക്ഷേ life. ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ ഇയ്യോബിന്റേത് പോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. So many losses. ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചവർ. Even the dearest ones departed. ഒരു പക്ഷേ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ വിട്ടുപോയി കാണും.
in Job's utter misery, even his wife rejected him. നോക്കുക, ഇയ്യോബിന്റെ അത്രയും വലിയ കഷ്ടതയുടെ നടുവിൽ തന്റെ ഭാര്യ പോലും തന്നെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞു. But do you know something? എന്നാൽ നിങ്ങൾക്കൊന്നറിയാമോ? As Leo Tolstoy once said, God sees the truth but waits. ടോൾസ്റ്റോയ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ദൈവം സത്യത്തെ കാണുന്നുണ്ട്, അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക. Hallelujah. Hallelujah. He's seeing the truth but he sometimes waits. എന്നാൽ He delays. ടോൾസ്റ്റോയ് പറയുന്നത്, ദൈവം സത്യത്തെ കാണുന്നുണ്ടെങ്കിലും അതിനായി കാത്തിരിക്കുക. Brother, sister, can I tell you something? സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് God പറയട്ടെ, is seeing your cry. ദൈവം നിങ്ങളുടെ കണ്ണുനീർ God കണ്ടിരിക്കുകയാണ്. is seeing your situation. നിന്റെ അവസ്ഥ കർത്താവ് God is കണ്ടിരിക്കുകയാണ്. seeing your fasting and praying. നിങ്ങളുടെ പ്രാർത്ഥനയും ഉപവാസവും അവൻ കണ്ടിട്ടുണ്ട്. One day ഒരു ദിവസം he will show up. അവൻ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. Situations will change. അന്ന് സാഹചര്യങ്ങൾ മാറാനായി തുടങ്ങും. Hallelujah. ചേർന്ന് ഹല്ലേലൂയ. He is an all seasons God. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സകല കാലത്തിലും കൂടെയിരിക്കുന്ന ദൈവമാണവൻ. He is a God of times and seasons. അവൻ കാലങ്ങളുടെയും സമയങ്ങളുടെയും ദൈവമാണ്. If you read Job chapter 42, നിങ്ങൾ ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം വായിച്ചാൽ verse number 12, അതിന്റെ 12-ാമത്തെ വചനത്തിൽ the Bible says the Lord blessed the latter part of Job's life more than the former part. He had 14,000 sheep, 6,000 camels, 1,000 yoke of oxen and 1,000 donkeys. അവിടെ ബൈബിൾ ഉള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ ബൈബിൾ തുറക്കുക. ഇയ്യോബിന്റെ പുസ്തകം 42-ാമത്തെ അധ്യായത്തിലേക്ക് ബൈബിൾ തുറക്കുക. അതിന്റെ 12-ാമത്തെ വചനം ഒരു പുതിയ വേർഷനിലാണ് ഞാൻ വായിക്കുന്നത്. യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ മുൻകാലത്തെക്കാളധികം അനുഗ്രഹിച്ചു. അദ്ദേഹത്തിന് 14,000 ആടും 6,000 ഒട്ടകവും 1,000 കാളകളും 1,000 പെൺകഴുതകളും ഉണ്ടായി. അദ്ദേഹത്തിന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. Our God is a practical God. നമ്മുടെ ദൈവം പ്രായോഗിക തലത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. He is not just a theological God or a theoretical God. He is a practical God. He will come into the situation. He will penetrate into your life and change your life. As a man of God, I am proclaiming this. You can believe. അതുകൊണ്ട് നമ്മുടെ ദൈവം എന്നുള്ളത് ഏതെങ്കിലും സിദ്ധാന്തങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന, ഏതെങ്കിലും സിദ്ധാന്തം പോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല, നിർവചനം പോലെ പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല, മറിച്ച് അവൻ പ്രായോഗിക തലത്തിൽ കാര്യങ്ങളെ കൊണ്ടുവന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. Can you shout a big ഒരു hallelujah? വലിയ ഹല്ലേലൂയ പറഞ്ഞാലും. If you believe, shout a big hallelujah. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കൈകൾ ഉയർത്തി യേശുവിനോട് ഒരു വലിയ ഹല്ലേലൂയ. One more hallelujah. ഒരിക്കൽ കൂടെ Clap your hands and shout ഒരിക്കൽ കൂടെ hallelujah. കൈകൾ അടിച്ചുകൊണ്ട് ഒരു വലിയ ഹല്ലേലൂയ പറയാമോ? Just like what happened in the life of Job, in your life also there is going to come a latter part of your life. എന്നാൽ യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും ഇതാ ഒരു പിൻകാല ഒരു അനുഭവം, വളരെ വലിയ പിൻകാല അനുഗ്രഹങ്ങൾ ഉണ്ടാകാനായി പോകുകയാണ്. Hallelujah. ഹല്ലേലൂയ. Everything God gave Job double. ദൈവം ഇയ്യോബിന് സകലതും ഇരട്ടിയാക്കി കൊടുത്തു. Our God is not a God of decrease. Our God is a God of increase. ഓർക്കുക, നമ്മുടെ ദൈവം ഒരിക്കലും കുറയ്ക്കുന്ന ദൈവമല്ല, നമ്മുടെ ദൈവം വർധനവിന്റെ ദൈവമാണ്. God is a God of multiplication. ഓർക്കുക, ദൈവം പെരുക്കങ്ങളുടെ ദൈവമാണ്. God is not a God of division, but He is a God of multiplication. ഓർക്കുക, ദൈവം ഹാരകത്തിന്റെ ഹരിക്കുന്ന ദൈവമല്ല, മറിച്ച് ദൈവം പെരുക്കുന്ന കാര്യങ്ങളെ പെരുക്കപ്പെട്ടികയിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ്. God can change everything around you within no time. ഓർക്കുക, ദൈവത്തിന് ചെറിയ സമയത്ത്, ഒരു സമയം പോലും ഇല്ലാത്തതിനിടയിൽ തന്നെ കാര്യങ്ങളെ തിരിക്കാനായി സാധിക്കും. Hallelujah. Hallelujah. There was a city in Samaria and it was poverty stricken. There was famine going on and one man of God prophesied
tomorrow this time God is going to change everything. പഴയ നിയമത്തിൽ സമേറിയ അല്ലെങ്കിൽ ശമരിയ എന്ന് പറയുന്ന ഒരു പട്ടണത്തെ കുറിച്ച് കാര്യം പറയുന്നുണ്ട്. അവിടെ വലിയ ക്ഷാമം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ദൈവപുരുഷനായിരുന്ന പ്രവാചകൻ പറഞ്ഞു, നാളെ ഈ സമയത്ത് ഈ പട്ടണത്തിലെ മുഴുവൻ ക്ഷാമവും മാറും എന്ന് ഉറക്കി വിളിച്ചു പറഞ്ഞു. In 24 hours God can change everything in your life. ഓർക്കുക, ബൈബിൾ എഴുതിയിട്ടുണ്ട് 24 മണിക്കൂറിനുള്ളിൽ ഒരു പട്ടണത്തിന്റെ സാമ്പത്തിക നിലയ്ക്ക് ആകമാനം ദൈവം മാറ്റം കൊടുത്തു. ഹലോ. In the same way, അതുപോലെ തന്നെ God can do something in your life. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും. In Joseph's lives, he did an overnight miracle. ഓർക്കുക, ജോസഫിന്റെ ജീവിതം ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്റെ ജീവിതത്തിൽ ഒറ്റ രാത്രി കൊണ്ടാണ് അത്ഭുതങ്ങൾ മാറി മറിഞ്ഞത്. Hallelujah. Hallelujah. He got a promotion from prison to palace. ഓർക്കുക, അദ്ദേഹത്തിന് കാരാഗൃഹത്തിൽ നിന്നാണ് രാജകൊട്ടാരത്തിലേക്കുള്ള ഒരു സ്ഥാനക്കയറ്റം ഉണ്ടായത്. Our God is a nothing impossible God. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. If you believe that, you will experience the same thing in your life. നിങ്ങൾ ഇത് വിശ്വസിക്കുകയാണെങ്കിൽ ഇതേ യോബിനുണ്ടായ യോസഫിനുണ്ടായ അതേ അനുഭവം നിങ്ങൾക്കുണ്ടാകും. Some of you think that this thing is impossible in my life. ചിലരൊക്കെ ചിന്തിച്ചു, ഈ ബ്രദർ ഇതൊക്കെ പറഞ്ഞാൽ ഈ കാര്യം എന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. In your calculation that may be right. ഒരുപക്ഷെ നിങ്ങളുടെ കണക്കുകൂട്ടലിൽ അത് ശരിയായിരിക്കാം. But God is using a different calculator. എന്നാൽ കർത്താവ് ഉപയോഗിക്കുന്ന കാൽക്കുലേറ്ററിന് ഒരു വ്യത്യാസമുണ്ട്. God is asking each one of us tonight, is there anything too hard for me? ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയോടും യേശു കർത്താവ് ചോദിക്കുകയാണ്, എനിക്ക് ബുദ്ധിമുട്ടുള്ള, ചെയ്യാൻ പ്രയാസമുള്ള ഏതെങ്കിലും കാര്യമുണ്ടോ? Hallelujah. Hallelujah. Some of you are going through some relationship issues. ചില ആളുകളൊക്കെ ബന്ധങ്ങളിലെ വിള്ളലുകളിൽ വേദനിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. But the Holy Spirit will move in those relationships. എന്നാൽ ഇത്തരം ബന്ധങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇപ്പോൾ സമാധാനപരമായി ചലിക്കുകയാണ്. Hallelujah. Hallelujah. Many of the people do not know God, and they are much far from God. So we are getting one opportunity from the blessing today, and so we are thankful for them. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാം. ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി ഒരു കുഞ്ഞിനെ പോലെ ഉള്ളിൽ നിഷ്കളങ്കമായി ഈ സമയത്ത് വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മഞ്ഞപ്പിത്തം സൗഖ്യമാകട്ടെ. പല മാസങ്ങളായിട്ടും മഞ്ഞപ്പിത്തം പൂർണ്ണമായി സൗഖ്യമാകാത്ത ചിലർ ഇന്ന് അത്ഭുതകരമായി സൗഖ്യമാകുന്നു. വിയർപ്പ് ഗ്രന്ഥികളോട് അനുബന്ധിച്ചുള്ള എന്തോ ചില രോഗങ്ങൾ, അത് ചില അപൂർവ രോഗമാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം സൗഖ്യമാകട്ടെ. ഗോൾ ബ്ലാഡർ സ്റ്റോൺ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കിഡ്നി സ്റ്റോണുകളും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിൽ നിന്നും വെളിയിലേക്ക് പോകട്ടെ. ഇൻ ജീസസ് നെയിം. അതുപോലെ യൂറിനറി ബ്ലാഡർ, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, ഇവിടെയൊക്കെ വലിയ രോഗസൗഖ്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നടക്കുകയാണ്. യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ഓവറിയുടെ തകരാറ് മൂലം കുഞ്ഞുങ്ങളില്ലാത്ത ചില സഹോദരിമാരെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കുന്നു. താങ്ക് യു ജീസസ്. വിടുതലുകൾക്കായി നന്ദി. മൈഗ്രെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്രെയിൻ ട്യൂമർ സൗഖ്യമാകട്ടെ. എല്ലാവിധ ക്യാൻസറുകളും സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിച്ചപ്പോൾ അനുഗ്രഹിക്കുന്നു. കർത്താവ് കൊടുക്കുന്ന വിടുതലുകൾക്കായി നന്ദി പറയുന്ന കർത്താവ്, താങ്ക് യു ജീസസ്. നിങ്ങളുടെ പ്രശ്നമോ പ്രയാസമോ എന്താണെങ്കിലും ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി ഉള്ളിൽ വിശ്വസിക്കുക. കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളോ, കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളോ, മദ്യപാനമോ, ലഹരി മരുന്നിൻ്റെ പ്രയോഗം, എന്ത് പ്രശ്നമാണെങ്കിലും കർത്താവെ അതിൽ നിന്ന് പൂർണ്ണമായി വിടുവിക്കുന്നതിനാൽ നന്ദി പറയുന്നു. കർത്താവിൻ്റെ കരം പ്രവർത്തിച്ചതിനാൽ നന്ദി പറയും. Father, we release miracles in the name of Jesus. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു നാമത്തിൽ തന്നെ ആമേൻ. നാളെ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഹരിപ്പാട് നടക്കുകയാണ്.
മറ്റന്നാൾ മൂവാറ്റുപുഴയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്ന ഇത് രണ്ടിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങൾ, പല പുസ്തകങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലൂടെ ഒത്തിരി പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഇന്ന് വരെ അത് ലഭിച്ചിട്ടില്ലെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ആവശ്യപ്പെടാം. അതുപോലെ തന്നെ സന്ദേശങ്ങളുടെ CD ലഭ്യമാണ്. നിങ്ങൾക്കത് ആവശ്യപ്പെടാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുമ്പോഴും നിങ്ങൾക്ക് അത് കരസ്ഥമാക്കാൻ കഴിയും. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. God bless you. Bye-bye. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: സ്വന്തം മകനെ അഗ്നിപ്രവേശം ചെയ്യിച്ച യഹൂദ രാജാവാര്? Which king of Judah sacrificed his own son in the fire? Options: A. Ahaz, B. Jeroboam, C. Asa, D. Baasha. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിങ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.